ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. അപ്പോൾ ഇന്നൊരു അവയർനെസ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു ആഡ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ അറിയുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് എന്ന് പറഞ്ഞൊരു എന്താ പറയുക പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് ആദ്യമായിട്ട് സംഭവം കേൾക്കണത്. അപ്പോൾ അത് നല്ലൊരു പ്രോഗ്രാമാണ്. കാരണം ഒരുപാട് പേർക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന, ഒരുപാട് മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. WBW വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക്. ഇത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് കേട്ടോ ഈ സെലിബ്രേഷൻ നടക്കുന്നത്. ഫസ്റ്റ് തുടങ്ങി 7th വരെ, ഓഗസ്റ്റ് ഫസ്റ്റ് തുടങ്ങി 7th വരെയാണ് ഇത് നടക്കുന്നത്. ഇത് 1992 തുടങ്ങി ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ യൂണിസെഫും കൂടിയിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ വേറൊരു അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് വാബ, വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് ആക്ഷൻ. ഇതാണ് ഓർഗനൈസേഷൻ. എവറി ഇയർ, എല്ലാ ഇയറും ഈ ഒരു ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും നമ്മുടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ എല്ലാ ഇയറും അവർക്ക് ഓരോ തീമായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ തീം 2024 ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ഈ വീക്കിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൻ്റെ തീം എന്ന് പറയുന്നത് ക്ലോസിങ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഓൾ എന്നാണ് കേട്ടോ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവെയർ അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും അതായത് ചെറുതായിട്ട് നമ്മളിപ്പോൾ ഞാൻ കണ്ടത് ഹിമാലയയുടെ ആഡ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിട്ട് അത് പിന്നത്തെ വെക്കരുത്. നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോസ്, ഇപ്പോൾ നമുക്ക് സാഹചര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ വീഡിയോസ് കാണാനും അതുപോലെ എന്തെങ്കിലും ബ്ലോഗ്സ് വായിക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവയർനെസ് എടുക്കുക, അല്ലെങ്കിൽ അറിവ് എടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേൾഡ് വൈഡ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ശരിക്കും മോശമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹിമാലയയുടെ ആഡ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെങ്കിൽ ആ ആഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മോളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ, അതേപോലെ ഇപ്പോൾ മിക്ക കടകളിലും കുഴപ്പമില്ല, പോയാലും നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു പ്ലേസ് ഉണ്ടാവും. പക്ഷെ ചില പബ്ലിക് ഏരിയ ഉണ്ട്, ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനത്തെ ചില പബ്ലിക് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്പേസ് ഇല്ല. അപ്പോൾ അത് പബ്ലിക്കിലേക്ക് ഒരു അവയർനെസ് ആയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ഹിമാലയയുടെ ആഡ് ചെയ്യുന്നത്. അതിന് ഈ വർഷത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു അവയർനെസ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരണം. അതായത് പബ്ലിക് സ്പേസിലും ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മാമനും ആൻറ്റിയും ഗോവയിൽ നിന്ന് വന്നിട്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ പീലോ പ്ലിങ് അന്ന് ഞാൻ ഫീഡിങ് മാത്രമേ ചെയ്യുന്ന ടൈമാണ്, 6 months ആവുന്നുണ്ടായുള്ളൂ. അപ്പോൾ ഇവള് കരഞ്ഞു. അപ്പോൾ നമ്മൾ കാറിൽ പാല് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ ട്രെയിൻ ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇവരെ ആക്കിയിട്ട് തിരിച്ച് വേഗം പോകാമെന്നുള്ളൊരു നിലയിലായിരുന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും കാറാണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലാണ് കാറ് കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവളാണെന്ന് വെച്ചാൽ കരച്ചിലിൻ്റെ വെള്ളം അവിടെ നിന്ന് കൊടുക്കാനായിട്ട് സ്പേസ് ഇല്ല, ക്യാമറ പിന്നെ ഫുൾ ഓപ്പൺ ആണല്ലോ, നിങ്ങൾക്കറിയാലോ റെയിൽവേ പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിറയെ ക്രൗഡുമാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പക്ഷെ നിവർത്തിയില്ലാതെ പാല് കൊടുത്തു. പക്ഷെ പാല് കൊടുത്തത് ശരിയായി ഉണ്ടായില്ല. അവൾക്ക് ഉറങ്ങണമെങ്കിൽ പാല് കുടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര വിഷയമായിരുന്നു. അപ്പോൾ
അവിടെ അങ്ങനെ സ്പേസ് ഇല്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ സ്പേസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, അവൾക്ക് പാല് കൊടുക്കാമായിരുന്നു. അതുപോലെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ എത്ര നേരം ഇവളാണെന്ന് കരച്ചിലിൻ്റെ ബഹളം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവരെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. അവർ പോണ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കുട്ടീനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അവർ വിശന്നിട്ടാണല്ലോ കാര്യം, അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്ലേസിൽ പോലും നമ്മൾ മദേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫീഡിങ് മദേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംവിധാനം ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതും കൂടി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കറക്റ്റായിട്ടൊരു സാഹചര്യം, ഇപ്പോൾ കറക്റ്റായിട്ടൊരു എന്താ പറയുക സാഹചര്യം കിട്ടി പറയാനായിട്ട്. അതാണ് ഞാനിതിൽ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അതിൽ നിന്ന് എന്താ പറയുക പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കുട്ടികളെ നമുക്ക് കരയിക്കാൻ പറ്റില്ല. അവർ എന്താ പറയുക, നമുക്ക് വിശപ്പ് താങ്ങാൻ പറ്റും ഒരു നേരത്തെ. അപ്പോൾ അതുപോലെ തന്നെയാണ് പാല് മാത്രം കുടിക്കുമ്പോൾ ആ വെള്ളം, ആ ഒരു ഫ്ലൂയിഡല്ല അവർ അകത്ത് പോകുന്നത്. അപ്പോൾ അവർ അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് കരയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പ്രോപ്പർ സ്പേസും ഇല്ലാത്തത് ചില സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം പല സ്ഥലങ്ങളിലും. ഓക്കെ, അപ്പോൾ അത് എനിക്കിതിൽ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇനിയുള്ളവർക്കും അതൊരു ഉപകാരമാവട്ടെ. പിന്നെ ഇത് വേൾഡ് വൈഡ് ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് അവയർനെസ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഒരു പബ്ലിക് അവയർനെസ് എല്ലാവരിലേക്കും എത്ര ഇമ്പോർട്ടൻസ് ആണ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത് കൂടി എത്തിക്കാനാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുമ്പോൾ എന്താണ് കുട്ടിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ന്യൂട്രിയൻസ്, എൻസൈംസ്, ആൻറ്റി ഓക്സിഡൻസ്, ഇതെന്തിനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അറിയാലോ, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പലതരം ഇൻഫെക്ഷൻസ്, പലതരം അസുഖങ്ങളിൽ നിന്ന് അവരെ ആ ഒരു കുഞ്ഞിലേ നിന്ന് അവർക്ക് ആ ഒരു ഇമ്മ്യൂൺ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് മഞ്ഞപ്പാൽ കൊടുക്കണം നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കണ ആ സമയത്ത് തന്നെയാണ് കുട്ടീനെ തന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മിൽക്ക്, അതായത് ആ യെല്ലോ ഇഷായിട്ടുള്ള ആ മിൽക്ക്, അത് അവർക്ക് ഭയങ്കര അമൃത എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നത് അവരെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ പല കുട്ടികൾക്കും എന്താ പറയുക, ചിലവർ ആ സമയത്ത് അവർ കുടിക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായാലും അത് കൊടുത്തിരിക്കും, നമ്മൾ പിഴിഞ്ഞെങ്കിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് അവരെ ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അവരെ നിലനിർത്തുന്നത് ആ ഒരു മിൽക്കാണ്. പിന്നെ നമ്മൾ 6 months ഓൺലി എന്താ പറയുക ബ്രസ്റ്റ് മിൽക്ക്, വേറെ ഒന്നും കൊടുക്കരുത്. ഇപ്പോൾ പഴയ കാലങ്ങളിൽ 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്ക് അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കായപ്പൊടി അങ്ങനത്തെ കുറുക്കുകളുണ്ടല്ലോ, അതൊക്കെ കൊടുക്കും. പക്ഷെ കൊടുക്കരുത്. ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 6 months അത് മാത്രം കൊടുക്കണം. അതിൽ നിന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് വരണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ വേറെ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ പാല് കുടിക്കുന്നത് കുറയും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, പാല് കുടിക്കുന്നത് കുറയുമ്പോൾ ആ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് അവരുടെ ദേഹത്തിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ 6 months ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കണം. ഓക്കെ, പിന്നെ കുട്ടികൾ കരയുമ്പോൾ പാല് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുട്ടിക്ക് നമ്മൾ 3 hours അല്ലെങ്കിൽ 2 hours കൂടുമ്പോൾ നമുക്കറിയാം, അമ്മമാർക്ക് ഏകദേശം ഒരു പൾസ് അറിയാൻ പറ്റും കുട്ടികളുടെ. അപ്പോൾ അവർക്ക് പാല് കൊടുക്കുക, എന്തായാലും ഫീഡ് ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ പാല് കൊടുക്കുക. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയുക പാല് കിട്ടാണ്ടാന്ന് പറയുക. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അങ്ങനത്തെ ആൾക്കാരൊന്നും ചെവി കൊള്ളാതെ നമുക്കറിയാലോ നമ്മുടെ കുട്ടീനെ. അപ്പോൾ അവരെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് 2 hours കൂടുമ്പോൾ, ഇപ്പോൾ ഒരേ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ 3 months, 1 month എപ്പോഴൊക്കെ ഡ്യൂറേഷനിൽ പാല് കൊടുക്കണം എന്നുള്ളത് അത് നിങ്ങളൊന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞു തരും. ആ ഒരു ഡ്യൂറേഷനിൽ പാല് കൊടുക്കുക. ഓക്കെ, പിന്നെ അമ്മമാർ ഇതുപോലെ നന്നായി ഭക്ഷണം കഴിക്കുക, നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീക്കാവും. പിന്നെ ലാക്ടേഷൻ പീരിയഡിൽ മെൻസ്ട്രുവേഷൻ ഒക്കെ ഒരു പ്രോബ്ലമാണ്.
ഓക്കെ. ചിലർ മെൻസ്ട്രൽ സൈക്കിളൊക്കെ മാറും. അപ്പോൾ അത് ദേഹത്തിന് കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മമാരെ അവസ്ഥയും കൂടി മനസ്സിലാക്കി ഫാമിലി സപ്പോർട്ട്, ഇതാണ് മെയിനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്നത് കുട്ടികളെ പ്രസവിക്കുക, അവരെ നോക്കുക, അവർക്ക് പാല് കൊടുക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ മാത്രമല്ല, അവർക്കുണ്ട് ഒരു ശരീരവും ആരോഗ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടും കൂടി ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പാല് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ശരീരത്തിലെ, ഈ അമ്മയുടെ ശരീരത്തിലെ ഫാറ്റ് അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെയാണ് ഈ മിൽക്കിലൂടെ കുട്ടികൾക്ക് ചെല്ലുന്നത്. അപ്പോൾ അവരും അതേപോലെ വീക്കാവും, അതേപോലെ മൈൻഡും, അതേപോലെ പോസ്റ്റ്പാർട്ടം പല ഡിപ്രഷനും പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഫാമിലി സപ്പോർട്ടും കൂടി ഇതിൽ വേണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫാമിലി സപ്പോർട്ട്, പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണെങ്കിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ സ്ത്രീനെ മനുഷ്യനായിട്ട് ആദ്യം കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ രീതിയിൽ പെരുമാറുക. ഇതൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള ജനറേഷനിലും അല്ലെങ്കിൽ ഇനിയുള്ള ആൾക്കാർക്കും ഇതൊന്ന് മനസ്സിലാവണം, അതെന്താണെന്നുള്ളത്. പലർക്കും പല കാര്യങ്ങളും അറിയില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും അവർക്ക് ഡിഫറെൻറ്റ് തീമാണ് സെലിബ്രേഷൻ നടക്കുമ്പോൾ. ഈ ഒരു വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് തീമിൻ്റെ ബേസിസിലാണ് കേട്ടോ. അപ്പോൾ അതൊരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കുറച്ച് ഇയറിലെ ഒരു 2021 വരെ അത് നമ്മൾ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കാണാം കേട്ടോ. ഓരോ ഇയറിൽ എന്തൊക്കെയാണ് അവർ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന തീം എന്നുള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിന് ഞാൻ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതോടുകൂടി മദർ ചൈൽഡ് ഒരു ബോണ്ടിങ് നമുക്ക് ശരിക്കും ആ ഫീല് വരും. അമ്മമാരായിട്ടുള്ള ഒരു കാര്യം, അമ്മ എന്നുള്ളൊരു ഫീല് ഭയങ്കരമാണ്. അപ്പോൾ ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും ബ്രസ്റ്റ് ക്യാൻസർ വരാണ്ടും അതേപോലെ ഒവേറിയൻ ക്യാൻസർ വരാതെയൊക്കെ നോക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം കുറേ അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്. അപ്പോൾ കുറച്ച് നാളെത്തുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ മിൽക്ക് കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് ചെയ്യുക. പിന്നെ ഈ പറയുമ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഇതനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ അവരിവരും പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ആ ഒരു ഇതിൽ മാത്രം മുന്നോട്ട് പോവുക. കുറേ കാര്യങ്ങൾ നമ്മൾ അവെയ്ഡ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഡെലിവറി ചെയ്യാൻ പോണ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ ഫോണുണ്ട് കയ്യിൽ, അപ്പോൾ ഗൂഗിളുണ്ട്, അപ്പോൾ അതിലൊന്ന് സെർച്ച് ചെയ്യുക, വീഡിയോസ് കാണുക, ബ്ലോഗ്സ് വായിക്കുക, അങ്ങനത്തെ കുറേ ബുക്സ് കിട്ടും. അപ്പോൾ ബുക്സ് വായിക്കുക. അപ്പോൾ നമ്മൾ സ്വയം അവെയർ ആവുക. അപ്പോൾ നമ്മൾ ഈ ഫേക്ക് വർത്തമാനങ്ങൾ വീഴാതിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് 2 years വരെ 6 months വരെ നമ്മൾ പാല് കൊടുക്കും, പിന്നെ നമ്മൾ ഫുഡുകൾ വേറെ കൊടുക്കും, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് 2 years വരെ മസ്റ്റായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. പിന്നെ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇനിയിപ്പോൾ ആദ്യത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട്, രണ്ടാമത്തെ കുട്ടിക്ക് ആവുമ്പോൾ അത് നല്ല ഗ്യാപ്പിൽ ഒരു 3 to 4 years 3 years 2 yearsന് മേലെ എന്തായാലും ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള കാര്യം, ആദ്യത്തെ കുട്ടി ഉണ്ടായി ആ ഒരു ഇതിൽ, അപ്പോൾ രണ്ടാമത്തെ കുട്ടി ആവുമ്പോൾ ഈ മൂത്ത കൊച്ചിന് പാല് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക, അതിൻ്റേതായ പ്രിക്വേഷൻസ് ചെയ്യുക കേട്ടോ. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 2 years മസ്റ്റായിട്ട് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക കേട്ടോ. ബാക്കി ഭക്ഷണങ്ങൾ കൊടുക്കാൻ 6 months തുടങ്ങി, പക്ഷേ 2 year വരെ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും കൊടുക്കണം. എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എന്തായാലും ശ്രദ്ധിച്ച് വയ്ക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
പിന്നെയെന്നുള്ളത് വർക്കിംഗ് മദേഴ്സിന് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ 6 months വരെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാൽ എപ്പോഴും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് മുന്നേ പോകണം, 3 months ഒക്കെ കഴിഞ്ഞിട്ട് പോണവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ബ്രസ്റ്റ് പമ്പ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പ്സ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്ത് അതൊക്കെ എന്താ പറയുക, അത് ഉപയോഗിച്ച് നമ്മൾ മിൽക്ക് കൊടുക്കുക. അല്ലാണ്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കരുത്, കൊടുക്കാതിരിക്കുക, പശുമ്പാൽ കൊടുക്കുക അതിന് പകരം, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് കൊടുക്കണം കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും നമ്മൾ പറയുമ്പോൾ കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ വൈകിയാണ് ഈ ഒരു വീക്കിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു ഡേ വൈകിട്ടോ. അപ്പോൾ അതിന് ഞാൻ സോറി ചോദിക്കുന്നു, കാരണം ഞാൻ ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ, ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർഡ് ആവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം വയനാടിൻ്റെ ഇഷ്യൂ കണ്ടപ്പോൾ, ഉരുൾപൊട്ടൽ കണ്ടപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ജനിച്ചു വീണ കൊച്ചുങ്ങൾ, അങ്ങനെ കുറേ പേർക്ക് കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടി ഫോർവേഡായിട്ട് കുറേ കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വയനാട് ചെന്നിട്ടുണ്ടായിരുന്നു, പല ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ തൊഴണം. അവരത്രയും വലിയ ആൾക്കാരാണ്. അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ മനസ്സുള്ളവർക്ക് അതൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അതിനെ ഭയങ്കര മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ചില എന്താ പറയുക, അവരെ വിളിക്കാൻ പേര് കിട്ടണില്ല, അങ്ങനത്തെ വൃത്തികെട്ട ചില ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനത്തെ കമൻറ്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെമാരെയൊക്കെ ജയിലിൽ അടയ്ക്കണതിന് പകരം ഞാൻ പറയാൻ നേരിട്ട് തൂക്കിക്കൊല്ലാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമത്തിന് അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശരിക്കും അവരെ അങ്ങോട്ട് തൂക്കിക്കൊല്ലുക. കാരണം ഇനി മേലാക്കം നാളെ വേറൊരാൾ ഇങ്ങനെ ഒരു വർത്താനം അവരെ വായിന്ന് വരാൻ പാടില്ല. എത്രയൊക്കെയോ സിറ്റുവേഷനിൽ കടന്നു പോയ ഒരു ടൈമാണത്. ആ സമയത്താണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതെന്നുള്ളത് കേൾക്കുമ്പോഴെനിക്ക് അത് കേട്ടപ്പോൾ എന്താ പറയുക, ചെന്നൊന്നാ കൊട്ടക്കാൻ തോന്നി. ശരിക്കും അങ്ങനത്തെ ഒരു ഫീല് വരും നമുക്ക്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഡേനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കൂടുതലായിട്ട് അത് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇവർ മനുഷ്യല്ലേ, മൃഗങ്ങൾക്ക് പോലും പിന്നെയും ഒരു കൺസിഡറേഷൻ ഉണ്ടാവുമല്ലോ. ഇവരും അമ്മ പാല് കുടിച്ച് വളർന്ന ആൾക്കാർ തന്നെയല്ലേ, ഇവരും അങ്ങനെ തന്നെ ജനിച്ചവരല്ല, അല്ലാണ്ട് ഒരു മോളിൽ നിന്ന് പൊട്ടി വീണ ആൾക്കാരൊന്നല്ലോ. അപ്പോൾ മാനസികമായിട്ട് തകരാറുണ്ടെങ്കിലും ഇങ്ങനത്തെ വൃത്തികേടൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ പാടില്ല. അവർക്ക് മനസ്സിലാവണില്ലേ പബ്ലിക്കലി എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു നികൃഷ്ട ജീവികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതൊന്നും എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഓർഗനൈസേഷൻക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവരെ പൊക്കി കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെയാണ് ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ച് മോശമായിട്ട് പറയുന്നത്. അവരെന്ത് മനുഷ്യരാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് സമൂഹത്തിൽ നിന്ന് ഇപ്പം മനസ്സിലായി. അത് എന്താ പറയുക, നമ്മൾ ഉപകാരം ചെയ്തതിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കേണ്ട ഒരു ബാധ്യത ഇല്ലേ എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാനിതിൽ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയിൽ കാണുക, അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം കേട്ടോ, അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ നല്ല നല്ല ടോപ്പിക്സ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മളെ ചാനലിൽ എല്ലാം ഉണ്ടാവും, മിക്സ് മസാലയാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും, ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോവാം. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.